ഹരേ കൃഷ്ണ. ഇന്നലെ നമ്മൾ ധ്രുവൻ സ്തുതിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഭക്തിയോട് കൂടിയിട്ട് സ്തുതിച്ച ധ്രുവനെ അഭിനന്ദിച്ചും കൊണ്ട് ഭഗവാൻ പറയാണ്, ഹേ രാജകുമാര, നിൻ്റെ ആഗ്രഹം എന്താണ് എന്ന് എനിക്കറിയാം. കിട്ടാൻ പ്രയാസമാണെങ്കിലും ഞാൻ അത് തന്ന് നിന്നെ അനുഗ്രഹിക്കാം. എന്ന് പറയാനുള്ള കാരണം, ആ കുട്ടി ആഗ്രഹിച്ചത് അച്ഛൻ്റെ മടിയിൽ ഇരിക്കണം എന്നുള്ള ആഗ്രഹമാണ് 5 വയസ്സായ ബാലനുള്ളത്. പക്ഷേ ആ 5 വയസ്സുള്ള ബാലൻ ചെയ്ത കർമ്മങ്ങൾ, ആ നിഷ്കാമമായി ചെയ്ത, ഭക്തിയോടുകൂടി ചെയ്തിട്ടുള്ള ആ ധ്യാന രീതിയും കൈവല്യപദമായ ഭഗവാന്റെ ആ തൃപ്പാദങ്ങളെ മനസ്സിൽ എപ്പോഴും കണ്ടുകൊണ്ടാണ് ആ കുട്ടി തപസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാനത്തിന് ആ പാതാരവിന്ദങ്ങളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാനെ തന്നെ കൊടുക്കുന്ന പറയാം. കഥയ്ക്ക് വേണ്ടിയിട്ട് അച്ഛൻ്റെ മടിയിലിരിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ശ്രീശുഖ ബ്രഹ്മർഷി പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കഥയിലൂടെ ആ പരമമായ സത്യത്തെ വെളിപ്പെടുത്തുകയാണ്. അതാണ് ഭഗവാൻ പറഞ്ഞത്, നിൻ്റെ ആഗ്രഹം എന്താണെന്നറിയാം. അപ്പോൾ എല്ലാ ജീവികളുടെയും ആഗ്രഹം എന്തായിരിക്കും? നമ്മുടെയൊക്കെ എന്താ ആഗ്രഹം? എന്താ? ആ ഭഗവാനിലേക്ക് ലയിക്കുക എന്നുള്ളതാണ്. ആ ലയിക്കുക എന്നുള്ള ആഗ്രഹം വളരെ പ്രയാസമാണ്, കിട്ടാൻ വലിയ പ്രയാസമാണ്. എന്നാലും അത് ഞാൻ തന്നിട്ട് അനുഗ്രഹിക്കാം എന്നാണ് പറഞ്ഞത്. ആ കാരുണ്യ വത്സരനായിട്ടുള്ള ആ ഭഗവാൻ അത് മാത്രമല്ല കൊടുത്തുള്ളൂ. എന്നിട്ട് ഭഗവാൻ പറയാണ്, ഹേ രാജകുമാര, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ഇവയുടെയൊക്കെ രാശി ചക്രത്തിൻ്റെ കേന്ദ്രസ്ഥാനമായിട്ടുള്ളതും തേജോമയവുമായിട്ടുള്ള ശാശ്വത സ്ഥാനമാണ് ഞാൻ നിനക്ക് തരാൻ പോണത്. അതാണ് ധ്രുവ പദവി. നോക്കൂ, ധ്രുവ പദവി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ധർമ്മദേവനും അഗ്നിയും കശ്യപനും അതുമാതിരി വാനപ്രസ്ഥരായിട്ടുള്ള മുനിമാരും പ്രദക്ഷിണം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്ന കേന്ദ്രസ്ഥാനമാണ് ധ്രുവപദവി. കൽപ്പകാലം വരെ നീണ്ട ആയുസ്സുള്ളവർക്ക് പോലും കിട്ടാത്തതാണ് ആ ധ്രുവപദവി. ആ പദവിയാണ് ഞാൻ നിനക്ക് അനുഗ്രഹിക്കാൻ പോകുന്നത്. എല്ലാവരും ആ സ്ഥാനത്തിന് വേണ്ടി, ഈ പറഞ്ഞ ധർമ്മദേവനും അഗ്നിയും കശ്യപനൊക്കെ അതിന് ആ സ്ഥാനം കിട്ടാൻ വേണ്ടി പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പോലും കിട്ടിയിട്ടില്ല. പറയാണ്, ഹേ രാജകുമാര, ആ സ്ഥാനത്ത് ഇതിനു മുമ്പ് ആരും എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഏറ്റവും ഉയർന്ന പദവിയാണ് ധ്രുവപദവി. ആ സ്ഥാനത്ത് ഇതിനു മുമ്പേ ഹേ രാജകുമാര ആരും എത്തിച്ചേർന്നിട്ടില്ല. നിൻ്റെ സ്ഥാനം അതാണ്.
അതിനു മുന്നേ നിനക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ചെയ്തതിന് ശേഷം നിനക്ക് ധ്രുവ പദവിയിലെത്താം. ഇതിനുശേഷം നിന്നെ തിരിച്ച് നീ പോയി നിന്നെ രാജാവാക്കി വാഴിച്ച് നിൻ്റെ അച്ഛൻ തപസ്സിനായിട്ട് വനത്തിലേക്ക് പോകും. അതിനുശേഷം നീ 36,000 സംവത്സരക്കാലം ധർമ്മനിഷ്ഠതയോടുകൂടി രാജ്യം ഭരിക്കും. നായാട്ടിന് പോയി കാട്ടിൽ വെച്ച് നിൻ്റെ സഹോദരനായിട്ടുള്ള ഉത്തമനെ വധിക്കപ്പെടും. അവനെ തിരഞ്ഞ് വനത്തിലേക്ക് പോകുന്ന നിൻ്റെ വലിയമ്മ സുരുചി കാട്ടുതീപ്പെട്ട് മരിക്കും. യജ്ഞസ്വരൂപിയായിട്ടുള്ള എന്നെ ധാരാളം ദക്ഷിണയോട് കൂടിയ യജ്ഞങ്ങളെ കൊണ്ട് ആരാധിക്കുകയും ഈ ലോകത്തിലെ നല്ല അനുഭവങ്ങൾ അനുഭവിക്കുകയും ചെയ്തുകൊണ്ട് അവസാന കാലത്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഓർമ്മിക്കും. അപ്പോൾ എല്ലാ ലോകരും നമസ്കരിക്കുന്നതും സപ്തർഷി മണ്ഡലത്തിന് മുകളിലുമായിട്ടുള്ള ധ്രുവപദവി എന്ന എൻ്റെ സ്ഥാനത്തെ നീ പ്രാപിക്കും. അവിടെ എത്തിച്ചേർന്നവൻ പിന്നെ സംസാരത്തിൽ ജനിക്കേണ്ടി വരില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ധ്രുവനെ ആ ഉത്കൃഷ്ട സ്ഥാനത്തെ നൽകിയതിന് ശേഷം ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് പോയി എന്നുള്ളതാണ് വിദുരനോട് മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിന് പറയാണ്, ഹേ വിദുര, ഇത്രയൊക്കെ ആയിട്ടും ആ ഭഗവാന്റെ പാദസേവാ പ്രഭാവം കൊണ്ട് ഉത്കൃഷ്ട സ്ഥാനത്തെ ധ്രുവന് ലഭിച്ചു എങ്കിലും ധ്രുവൻ വേണ്ടത്ര കൃതാർത്ഥതയോടു കൂടിയിട്ട് അല്ല തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചത്. കാരണം അനേക ജന്മങ്ങളെ കൊണ്ടുപോലും സേവിച്ച് സന്തോഷിപ്പിക്കാൻ പ്രയാസമായിട്ടുള്ള ഭഗവാനെ വെറും 6 മാസം കൊണ്ട് പ്രത്യക്ഷമാക്കി ശ്രേഷ്ഠമായ സ്ഥാനം സമ്പാദിച്ചിട്ടും ധ്രുവന് കൃതാർത്ഥത അനുഭവപ്പെട്ടില്ല. എന്താണ് കാരണം എന്ന് വിദുരൻ മൈത്രേയ മഹർഷിയോട് ചോദിക്കുകയാണ്. അതിന് മൈത്രേയ മഹർഷി പറയുകയാണ്, ഹേ വിദുര, തൻ്റെ വലിയമ്മയായിട്ടുള്ള സുരുചിയുടെ കഠിന വാക്കുകളാൽ ആ ഹൃദയം പിളർന്നതുകൊണ്ട് മോക്ഷാനുഭൂതിയെ നൽകി അനുഗ്രഹിക്കുന്ന ഭഗവാനിൽ നിന്ന് സംസാരമുക്തിയെ വരമായി ചോദിക്കാൻ തോന്നാഞ്ഞതിനാണ് ധ്രുവന് സങ്കടപ്പെട്ടത് എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് തോന്നിക്കില്ല, സംസാരമുക്തിയെ ചോദിക്കാൻ വേണ്ടിയിട്ട് തോന്നിയില്ല. അപ്പോൾ ധ്രുവൻ സ്വയം വിചാരിച്ചുത്രേ, സങ്കടപ്പെടുകയാണ്. ഭഗവാൻ പോയി കഴിഞ്ഞു, ഉത്കൃഷ്ട സ്ഥാനം കിട്ടണമെന്നേ ഉള്ളൂ. അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കുക പറഞ്ഞ ഉത്കൃഷ്ട സ്ഥാനമാണ്. അപ്പോൾ ഭഗവാൻ എന്ത് കൊടുത്തു? അതിനേക്കാട്ടിലും ഉയർന്ന സ്ഥാനം കൊടുത്തു, ധ്രുവപദവി കൊടുത്തു. പക്ഷേ ആ സംസാരമുക്തിയെ വരമായി ചോദിക്കാൻ കഴിഞ്ഞില്ല എന്ന ആ തോന്നാത്തതിലുള്ള വിഷമം ധ്രുവനുണ്ടായി. എന്നിട്ട് ധ്രുവൻ സ്വയം വിചാരിക്കുകയാണ്, ആ നൈഷ്ഠിക ബ്രഹ്മചാരിമാരായിട്ടുള്ള സനകാദി ഋഷിമാർക്ക് പോലും അനേകം ജന്മങ്ങളിലെ തപസ്, യോഗം, സമാധി എന്നീ അനുഷ്ഠാനങ്ങളിലൂടെ ആണ് ഭഗവത് സാക്ഷാത്കാരം നേടിയത്. അപ്രകാരമുള്ള ഭഗവാനെ എനിക്ക് 6 മാസം കൊണ്ട് സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞു. എന്നിട്ടും ആ ഭേദഭാവ ദൃഷ്ടി
നീങ്ങാഞ്ഞതിനാൽ ഞാൻ മോക്ഷപ്രാപ്തി സാധിക്കാതെ തിരിച്ചു വന്നല്ലോ എന്നുള്ളതാണത്രേ ആ കുട്ടിയുടെ വിഷമം. അവിടെ എന്ത് കണ്ടു? ഭേദഭാവന. ഭഗവാനെന്നും ഞാനെന്നും എന്നുള്ള ആ ഭേദഭാവന കണ്ടതോടെ തിരിച്ച് അരമനയിലേക്ക് പോരാനുള്ള ആ ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ടാണ് ഭഗവാൻ അങ്ങനെ തോന്നിപ്പിച്ചത്. തിരിച്ചു വന്ന് അച്ഛൻ്റെ മടിയിൽ ഇരിക്കണമെന്നുള്ള ആ ആഗ്രഹം. നോക്കൂ, ചെറിയൊരു ആഗ്രഹമുണ്ടെങ്കിൽ പോലും അത് സാധിപ്പിച്ചാലാണ് ഭഗവാൻ ആ സംസാര മുക്തിയെ നമുക്ക് ലഭിക്കുള്ളൂ. സംസാരത്തെ ഉന്മൂലനം ചെയ്യുന്ന ഭഗവാന്റെ ആ പ്രത്യക്ഷ ദർശനം സാധിച്ചിട്ട് പോലും ഞാൻ ഈ നശ്വരമായ രാജസമ്പത്തിനെയാണല്ലോ ആഗ്രഹിച്ചത്. ഞാൻ ദേവന്മാരേക്കാൾ ഉയർന്നു പോകുന്നത് ദേവന്മാർക്ക് ഇഷ്ടമാവില്ല. അതിനാൽ അവർ എൻ്റെ മനസ്സിനെ ദുഷിപ്പിച്ചു പോയിരിക്കാം. എനിക്ക് നാരദ മഹർഷി നിഷ്കാമ ഭക്തിയുടെ ഉത്കൃഷ്ടത പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിർഭാഗ്യവാനായിട്ടുള്ള ഞാൻ അത് ഓർമ്മിച്ചില്ല. സ്വപ്നം കാണുന്നത് പോലെയാണ് മായയ്ക്ക് അടിമപ്പെട്ട് പ്രപഞ്ചത്തെ സത്യമായിട്ട് ഞാൻ കണ്ടത്. ആത്മാവിൽ നിന്ന് ഭിന്നമായിട്ട് വേറെ ഒന്നുമില്ല എന്നതാണ് പരമമായ സത്യം. ആത്മാവ് മാത്രമേ ഉള്ളൂ. ഈ ഭേദഭാവന കൊണ്ട്, ആത്മാവെന്നും ജീവനെന്നും എന്നുള്ള ഭേദഭാവന കൊണ്ട് ഞാനിപ്പോൾ വളരെയധികം ദുഃഖമനുഭവിക്കുന്നു എന്ന് ആ കുട്ടി വിചാരിച്ചും കൊണ്ട് നടന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പിന്നെയും പറയുകയാണ്, ജഗത്തിൻ്റെ മുഴുവൻ ആത്മാവും അത്ര എളുപ്പത്തിൽ പ്രസാദിപ്പിക്കാൻ കഴിയാത്തവനായിട്ടുള്ളതും സംസാര വാസനകൾ നശിപ്പിക്കുന്നവനുമായിട്ടുള്ള ഭഗവാനെ തപസ്സുകൊണ്ട് ആരാധിച്ച് സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞിട്ടും നിർഭാഗ്യവശാൽ ഞാൻ വെറും ഭൗതിക സുഖങ്ങളെയാണല്ലോ ഭഗവാനെ ഞാൻ ആഗ്രഹിച്ചത്. ഇനി 36,000 സംവത്സരം രാജഭരണം ചെയ്യണം. പ്രളയം വരെയുള്ള ധ്രുവപദവിയും കഴിഞ്ഞല്ലേ ഈശ്വരപ്രാപ്തി ലഭിക്കൂ. ആ ഈശ്വരപ്രാപ്തി തൻ്റെ മുന്നിൽ ഒരു നിമിഷം കൊണ്ട് കിട്ടാവുന്ന ഈശ്വരപ്രാപ്തിക്ക് ഞാൻ ചോദിച്ചില്ല. ഇനി 36,000 വർഷം രാജ്യം ഭരിക്കണം, പ്രളയം വരെ കാത്തിരിക്കണം. പരമദരിദ്രനായ ഒരുവൻ ഒരു ചക്രവർത്തിയെ സേവിച്ച് സന്തോഷിപ്പിച്ചു. അദ്ദേഹം എന്ത് വേണമെങ്കിലും തൻ്റെ സേവകനായ ദരിദ്രന് നൽകാൻ സന്നദ്ധനായി. ധ്രുവൻ വിചാരിക്കുകയാണ്, ആ ദരിദ്രൻ 4 നെന്മണികളാണ് ചക്രവർത്തിയോട് ആവശ്യപ്പെട്ടത്. അതുപോലെയായി എൻ്റെ കാര്യം. എന്ത് വേണമെങ്കിലും തരാൻ തയ്യാറായിരിക്കുന്ന ഭഗവാന്റെ അടുത്ത് നശിച്ചു പോകുന്ന നശ്വരമായിട്ടുള്ള ഈ ഭൗതിക സുഖങ്ങൾ ആകുന്ന 4 നെന്മടികളെയാണ് ഞാൻ ആഗ്രഹിച്ചത്. ആ മോക്ഷാനുഭൂതിയെ നൽകി അനുഗ്രഹിക്കുന്ന മഹാപ്രഭുവിൽ നിന്ന് ഞാൻ സംസാരാനുഭവങ്ങളാണല്ലോ ഹേ ഭഗവാനെ ഞാൻ സ്വീകരിച്ചത്. പറയാണ്, ഹേ വിതുര, ഇതാണ് ഈ വിചാരമാണ് ധ്രുവന് അസംതൃപ്തിക്കുള്ള കാരണം. ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ സർവാത്മന ആശ്രയിച്ച അങ്ങയെപ്പോലെയുള്ള ഉത്തമ ഭക്തന്മാർ അവിടുത്തെ പാദദാസ്യമല്ലാതെ ഭൗതിക സമ്പത്തുകളൊന്നും ആഗ്രഹിക്കാറില്ല. നിഷ്കാമഭക്തിക്ക് മുമ്പിൽ സകാമഭക്തി
എത്രയോ നിസ്സാരമാണ് എന്താ പറയുക വിതുര എന്നുള്ളതാണ് മൈത്രേയ മഹർഷി പറയണത്. അതിനുശേഷം എന്താ ഉണ്ടായെന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. ധ്രുവൻ മടങ്ങി വരുന്ന വിവരം കേട്ട് ഉത്താനപാദ മഹാരാജാവ് സന്തോഷിച്ചു. ധ്രുവനെ സ്വീകരിക്കാനായിട്ട് തേരിലേറി എല്ലാവരോടും കൂടി, ബന്ധുക്കളോടും ബ്രാഹ്മണന്മാരോടൊക്കെ കൂടി പുറപ്പെട്ടു. ആ ധ്രുവൻ കാട്ടിലേക്ക് പോയപ്പോൾ ആ സുരുചി അമ്മയ്ക്ക് മനസ്സിന് വളരെ മാറ്റം വന്നു. ആ സുരുചി അമ്മ വിചാരിച്ചു ആ സുനീതിയെയും ധ്രുവനെയും ദ്വേഷിച്ചത് പറ്റിയിട്ടും അവരുടെ ജീവിതം നരകതുല്യമാക്കി തീർത്തതിനെ പറ്റിയിട്ടൊക്കെ പശ്ചാത്തപിച്ചു. ആ സുനീതിയെ തൻ്റെ സഹോദരിയെപ്പോലെ സ്നേഹിക്കാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. ധ്രുവൻ വരുന്നതറിഞ്ഞ് സുനീതിയും സുരുചിയും ഒക്കെ രാജാവിനെ അനുഗമിച്ചു. ഉത്തമനും കൂടെ ഉണ്ടായിരുന്നു. ഉപവനത്തിൽ ദൂരെയായിട്ട് ധ്രുവനെ കണ്ടതോടെ ഉത്താനപാദ രാജാവ് തേരിൽ നിന്നിറങ്ങി ഓടിച്ചെന്ന് ധ്രുവനെ ആലിംഗനം ചെയ്തു എന്നാണ് പറഞ്ഞത്. നാരദ മഹർഷി അവിടെ പോയിട്ട് പറഞ്ഞു കൊടുത്തിരിക്കണോ, ഇതാ മകൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. സന്തോഷം കൊണ്ടും കണ്ണുനീര് കൊണ്ടൊക്കെ ആ കുട്ടിയെ കുളിപ്പിക്കുകയാണ്. ആ ധ്രുവൻ അച്ഛൻ്റെ കാൽക്കൽ നമസ്കരിച്ച്, പിന്നെ സുരുചിയമ്മയുടെ കാൽക്കൽ നമസ്കരിച്ചു. സുരുചിയമ്മ ആ ബാലനെ വാരിയെടുത്ത് കെട്ടിപ്പിടിച്ച് ദീർഘായുഷ്മാനായിട്ടിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. കാരണം സുരുചിക്ക് സ്നേഹം തോന്നാനുള്ള കാരണം, ഭഗവാൻ ഒരാളോട് സന്തോഷിച്ചാൽ അവനെ എല്ലാവരും ആദരിക്കും. അതാണ് ഭഗവാൻ ഇഷ്ടപ്പെട്ട ആ സജ്ജനത്തിനെ കാണുമ്പോൾ എല്ലാവർക്കും ആദരിക്കാൻ തോന്നണത്. അതാരും മനസ്സിലാക്കണില്ല. ഒരാൾക്ക് ആദരവ് കിട്ടുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്, അയാളുടെ സ്വഭാവം കൊണ്ടാണ്, അയാളുടെ ഉള്ളിലിരിക്കുന്ന ഭക്തി കൊണ്ടാണ്. നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞാലും തൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവാത്മ ചൈതന്യത്തിന് മറ്റൊരാളുമായി സജ്ജന സംസർഗം ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് തൻ്റെ ഉള്ളിലുള്ള ഈശ്വരനാണ്. ഉത്തമനും ധ്രുവനും പരസ്പരം കെട്ടിപ്പിടിച്ച് സന്തോഷം കൊണ്ട് ആനന്ദക്കണ്ണീരൊക്കെ ഒഴുക്കി. അമ്മയായ സുനീതി ആ മകനെ വാരിയെടുത്ത് മടിയിലിരുത്തി ആ ആനന്ദാനുഭൂതിയിൽ മുഴുകി ആ മകൻ്റെ ആ വിരഹദുഃഖമൊക്കെ തീർത്തു. ആ കണ്ണീര് കൊണ്ട് മകനെ ഇങ്ങനെ കുളിപ്പിക്കുകയാണെന്നാണ് പറഞ്ഞത്. ജനങ്ങൾ സുനീതിയുടെ ഭാഗ്യത്തെ പുകഴ്ത്തി പറഞ്ഞു, ഹേ സുനീതി, നീ എത്ര ഭാഗ്യവതിയാണ്. ഭഗവാനെ ഭഗവതി നിശ്ചയമായും ആരാധിച്ച് സന്തോഷിപ്പിച്ചിരിക്കണം. അത് കാരണം കൊണ്ടാവും ഈ പുത്രൻ 5 വയസ്സ് പ്രായത്തിൽ തന്നെ ഭഗവാനെ സന്തോഷിപ്പിച്ചതെന്നൊക്കെ ജനങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഇങ്ങനെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കെ ധ്രുവനെയും ഉത്തമനെയും ആനപ്പുറത്ത് കയറ്റി മഹാരാജാവ് അരമനയിലേക്ക് പോയി. രാജധാനിയിലേക്കുള്ള വഴിയിൽ ജനങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. കുരുത്തോലകളും പൂമാലകളൊക്കെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ജനസമൂഹം വഴിനീളെ ധ്രുവനെ എതിരേറ്റ് സ്വീകരിക്കാനായിട്ട് പല പല കാഴ്ചദ്രവ്യങ്ങളുമായിട്ട് വന്നുകൊണ്ടുണ്ടായിരുന്നു. ആ സ്ത്രീകളൊക്കെ വഴിനീളെ ധ്രുവന് ആശിസ്സുകളൊക്കെ നേർന്നുകൊണ്ട് ആ കെട്ടിടങ്ങളിലെ മുകളിൽ നിന്ന് പൂക്കളൊക്കെ വിതറിയിട്ടുണ്ടായിരുന്നു. സ്ത്രീകളൊക്കെ ധ്രുവനെ സ്തുതിച്ച് പാടിക്കൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. ആ അച്ഛൻ്റെ സകലവിധ സമൃദ്ധികളും നിറഞ്ഞ അരമനയിലേക്ക് ധ്രുവൻ പ്രവേശിച്ചു. ആ രത്നനിർമ്മിതമായിട്ടുള്ള മണിമാളികയിൽ അച്ഛൻ്റെ പ്രത്യേക ലാളന അനുഭവിച്ചും കൊണ്ട് ധ്രുവൻ സുഖമായിട്ട് താമസിച്ചു വിതുര എന്നുള്ളതാണ് മൈത്രേയ മഹർഷി പറയണത്. അങ്ങനെ കുറച്ച്
ദിവസങ്ങൾ കഴിഞ്ഞു. മകൻ കുറച്ച് വലുതായി. അപ്പോൾ മകൻ്റെ പ്രഭാവം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഉത്ഥാനപാദൻ വളരെ അത്യന്തം ആശ്ചര്യപ്പെട്ടു. താൻ വൃദ്ധനായിട്ട് തീർന്നു എന്നുള്ളത് ഉത്ഥാനപാദന് മനസ്സിലായി. ധ്രുവൻ യുവാവായി കഴിഞ്ഞിരിക്കുന്നു. പ്രജകൾക്ക് സ്വന്തം ജീവനേക്കാൾ സ്നേഹമായിരുന്നു ധ്രുവനോടുണ്ടായിരുന്നത്. അതുകൊണ്ട് രാജാവ് ധ്രുവനെ രാജാവായി അഭിഷേകം ചെയ്ത് തപസ് ചെയ്യാനായിട്ട് വനത്തിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് 9-ാമത്തെ അധ്യായം അവസാനിപ്പിച്ചത്. നാളെ നമുക്ക് 10-ാമത്തെയും 11-ാമത്തെ അധ്യായം നമുക്ക് പറയാം. എന്തായാലും തൽക്കാലം നിർത്തട്ടെ. ഹരേ നാരായണ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.